ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ മീറ്റ് ഉപയോഗിച്ച് ക്ലാസ് എടുക്കുന്ന സമയത്ത് കുറേ അധികം സ്റ്റുഡൻസ് ഉള്ള ഒരു ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഓരോ സ്റ്റുഡൻസ് ജോയിൻ ചെയ്യുമ്പോഴും ആ സ്റ്റുഡൻസിന് നമ്മൾ അക്സെപ്റ്റ് കൊടുത്ത് ക്ലാസ്സിനകത്തേക്ക് അലോ ചെയ്ത് കയറ്റുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു ചെറിയ മീറ്റിംഗ് ആണെങ്കിൽ കുഴപ്പമില്ല, ഒരു 10 20 ഇങ്ങോട്ട് 50 കുട്ടികൾ വരികയാണെങ്കിലും വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഒരു 100 200 500 1000 ഒക്കെ സ്റ്റുഡൻസ് പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു 1000 ആൾക്കാരെയും നമ്മൾ ഓരോരുത്തരായിട്ട് അക്സെപ്റ്റ് കൊടുത്ത് മീറ്റിങ്ങിനകത്തേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇവരെ എങ്ങനെ ഇതിനകത്തേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാമെന്നാണ്. അതായത് ലിങ്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞ് തനിയെ അവർ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്തേക്ക് ജോയിൻ ചെയ്യുന്ന സംവിധാനം നമുക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ഈ വീഡിയോയിൽ കാണിച്ചിരുന്നത്. വേറൊരു കാര്യം ഞാൻ പറയുന്നു, ഇത് ഹൈലി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മീറ്റിംഗ് ആണ്, രഹസ്യ സ്വഭാവമുള്ള മീറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ ഒരു സംവിധാനം ചെയ്യാതിരിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിലൊരു മീറ്റിൻ്റെ ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ആളുകൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ അവർ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് അവർ ജോയിൻ്റെ റിക്വസ്റ്റ് നോട്ടിഫിക്കേഷൻ വരും. നമ്മൾ അക്സെപ്റ്റ് കൊടുത്താലേ കയറാൻ പറ്റും. എന്നാൽ ഈ ഒരു സംവിധാനം നമ്മൾ ചെയ്തു വയ്ക്കുമ്പോൾ ഇതുപോലെ ജോയിൻ റിക്വസ്റ്റിന് നോട്ടിഫിക്കേഷൻ ഒന്നും വരികയില്ല, ഓട്ടോമാറ്റിക്കായിട്ട് കയറാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അയച്ചു കൊടുക്കുന്ന ലിങ്ക് ഏതെങ്കിലും വിധേന മറ്റേ ആർക്കെങ്കിലും ഷെയറായി പോയി നമ്മുടെ മീറ്റിലില്ലാത്ത ഒരു പുറത്തുനിന്നുള്ള ഒരാൾ, നമ്മുടെ ഓർഗനൈസേഷൻ ഇല്ലാത്തൊരു പുറത്തുനിന്നുള്ള ആൾ ഇതിനകത്തേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഇത് കാരണമാവും. അത് നമ്മുടെ പ്രൈവസിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കാര്യം ചെയ്യുക. അതായത് പുറത്തുനിന്നുള്ള ആൾ കയറിയാലും വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ള ഒരു ജനറലായിട്ടുള്ള മീറ്റിങ്ങുകളൊക്കെ ആണെങ്കിൽ ഈ ഒരു സംവിധാനം നമുക്ക് ഉപയോഗിക്കാം. രഹസ്യ സ്വഭാവം ഇല്ലാത്ത മീറ്റിങ്ങിലാണെന്നുണ്ടെങ്കിൽ ക്ലാസ്സിനകത്തൊന്നും ഇത് ചെയ്യാതിരിക്കുന്നതൊക്കെ നല്ലത്. കാരണം ക്ലാസ്സിനകത്ത് നമ്മുടെ ക്ലാസ്സിൽ ഇല്ലാത്ത സ്റ്റുഡൻസ് ചിലപ്പോൾ പുറത്തുനിന്ന് കയറാൻ സാധ്യതയുണ്ട്. ഈ ലിങ്ക് ഏതെങ്കിലും വിധേന അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ അതിനകത്ത് ഇത് ജോയിൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇവിടെ ഗൂഗിൾ ക്രോം ബ്രൗസറിനകത്ത് മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ, മോസിലേക്കകത്ത് വർക്ക് ചെയ്യത്തില്ല. ഗൂഗിൾ ക്രോമിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. ഗൂഗിൾ ക്രോമിനകത്ത് വന്നിട്ട് ഇവിടെ മുകളിൽ ആപ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്, അത് ഓപ്പൺ ആക്കുക. അല്ലെങ്കിൽ Chrome/apps എന്ന് അടിച്ചാലും നമുക്ക് കിട്ടും. നമുക്ക് വെബ് സ്റ്റോർ കാണാൻ സാധിക്കും. ഗൂഗിൾ ക്രോമിൻ്റെ വെബ് സ്റ്റോർ ഉണ്ടാവും, അത് ഓപ്പൺ ആക്കുക. അവിടെ വെബ് സ്റ്റോറിനകത്ത് സെർച്ചിൻ്റെ അവിടെ മീറ്റ് സ്പേസ് കൊടുത്തിട്ട് ഓട്ടോ ജോയിൻ എന്ന് സെർച്ച് ചെയ്യുക. മീറ്റ് ഓട്ടോ അഡ്മിറ്റ് എന്ന് സെർച്ച് ചെയ്താൽ മീറ്റ് ഓട്ടോ അഡ്മിറ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ രണ്ടാമത് കാണുന്ന ഈ ഒരു മീറ്റ് ഓട്ടോ അഡ്മിറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്ലഗിൻ നമുക്ക് ഇതിനകത്തേക്ക് എക്സ്റ്റൻഷനകത്തേക്ക് ആഡ് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആഡ് ടു ക്രോം എന്നുണ്ടായിരിക്കും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ആഡ് എക്സ്റ്റൻഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആ ഒരു എക്സ്റ്റൻഷൻ ഇവിടെ ആഡ് ആയിട്ടുണ്ട്, മുകളിൽ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കാൻ നോക്കാം. നമ്മൾ സാധാരണ ഇതിലൊരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ന്യൂ മീറ്റിംഗ് കൊടുത്തിട്ട് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ ക്രിയേറ്റ് മീറ്റിംഗ് കൊടുക്കുന്നു, ഇൻസ്റ്റൻറ്റ് മീറ്റിംഗ് കൊടുക്കുക. ഓക്കെ, ഒരു മീറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് നോർമലി ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തെടുത്തിട്ട് വാട്സാപ്പ് വഴിയോ ഏതെങ്കിലും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിക്ക് നമുക്ക് ലിങ്ക് അയച്ചു കൊടുക്കാം. ഇതാണ് ലിങ്ക്, നമുക്കത് കോപ്പി ചെയ്ത് അയച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെ ചെയ്യാനുള്ളത്, ഇവിടെ മുകളിൽ എക്സ്റ്റൻഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, ക്രോമിൻ്റെ ഏറ്റവും ടോപ്പിൽ. അത് ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മുടെ ഈ ഒരു എക്സ്റ്റൻഷൻ കാണാൻ സാധിക്കും, മീറ്റ് ഓട്ടോ അഡ്മിറ്റ് എന്ന് പറഞ്ഞ എക്സ്റ്റൻഷൻ കാണാൻ സാധിക്കും. ഇതിവിടെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ആണ് ഇവിടെ ക്ലിക്ക് ചെയ്യാനായിട്ടുള്ളത്. സാധാരണഗതിയിൽ ഇതുപോലെ ഈ ഭാഗത്ത് കാണും. കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിനെ കിട്ടും, അത് ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് എന്ന് കാണാൻ സാധിക്കും. സ്വിച്ച് ഓൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മീറ്റിങ്ങിനകത്തേക്ക് ആരെങ്കിലും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ റിക്വസ്റ്റ് വരികയില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഒരു വരുന്ന സമയത്ത് ലിങ്കിൽ കയറുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അക്സെപ്റ്റ് ആവും. മീറ്റിങ്ങിനകത്ത് അവർക്ക് പങ്കെടുക്കാൻ സാധിക്കും. ഈ സംവിധാനം നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്യാം. അവിടെ വന്നിട്ട് നമുക്ക് അത് ഓഫാക്കാം. അവിടെ സ്വിച്ച് ഓഫ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്ലഗിൻ നമുക്ക് ഇവിടെ ഓഫ് ചെയ്താൽ സ്വിച്ച് ഓഫ് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ റിക്വസ്റ്റ് വരുമ്പോൾ റിക്വസ്റ്റ് കൊടുത്താലേ കയറാൻ പറ്റും. സ്വിച്ച് ഓഫ് ആകുമ്പോൾ അതവിടെ റെഡ് കളറാവും. നമ്മളത് ഓൺ ചെയ്യുമ്പോൾ കാണുക അവിടെ ഒരു ഗ്രീൻ സിമ്പൽ വന്നിട്ടുണ്ട്, അത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ പങ്കെടുക്കുന്ന മീറ്റിങ്ങിനകത്ത് ഈ ഒരു സംവിധാനം യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.